വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അങ്ങനെ അതാ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇക്കയുടെ ജോലി സമയം മാറ്റിയോണ്ട് തന്നെ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ ഇക്ക വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇക്ക ഉറങ്ങി കേട്ടോ. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വാവ എണീറ്റത്. ആൾക്ക് ആദ്യം തന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തതിന് ശേഷം എനിക്കുള്ള ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തലേ ദിവസം മിച്ചം വന്ന സംഭവമായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ പൊറോട്ട ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. കറി രാവിലെ തന്നെ ഞാൻ ഇക്കാക്ക് കൊടുക്കുന്ന ടൈമിലും ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പൊറോട്ട ഇച്ചിരി ഹാർഡാണെങ്കിലും കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കടിഞ്ചായയും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസുനെ കുളിപ്പിച്ചു. ആൾക്ക് വേണ്ടി മുട്ട എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആൾ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനും ഒരുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഐലൈനറുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സമയം ഇക്കായി എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പോവുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ നടന്നാണ് വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വന്നത് ടീഷർട്ട് നോക്കാനാണെങ്കിലും പക്ഷേ ഇക്കാക്ക് ടീഷർട്ടൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുപോലെ ഇപ്പോഴായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഐസും താഴെ നിൽക്കാൻ ഭയങ്കര മടിയും കരച്ചിലൊക്കെയാണ്. അതുകൊണ്ട് ചെറിയ കരച്ചിലും ബഹളമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വാപ്പിൻ്റെ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എൻ്റെ ഇക്കാൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ വൈറ്റ്, ബ്ലാക്ക്, അതുപോലെ ബ്ലൂ ഒക്കെ. അപ്പോൾ നമ്മൾ വേറെ കളർ ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടി വന്നാൽ പോലും കൂടുതൽ നമ്മൾ എടുക്കുക ഈ ഒരു കളർ ഷർട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബ്ലാക്കും അതുപോലെ വൈറ്റും പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ബ്ലൂ ഷർട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മൂന്നും എടുത്ത് ഇക്ക ട്രയൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. 3 ഷർട്ടും അങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അളവായിരുന്നു. 3 നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് 3 ഫിക്സ് ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ കിഡ്സ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാർട്ടി വെയർ ഫ്രോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ. മേടിക്കാനൊന്നും പ്ലാനൊന്നുമില്ല. പിന്നെ ഈ ബ്ലൂ ഫ്രോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കിയതിന് ശേഷം കുറച്ച് മാറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സ്ലിപ്പാവുന്ന ടൈപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഐസിന് ബ്ലോക്ക് ടൈപ്പ് ടോയ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ടോയ്സ് ഉണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിലോട്ട് കയറിയതും ഐസ് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചില ടോയ്സിനൊക്കെ ഓഫറും ഉണ്ടായിരുന്നു. ഐസും ആണെങ്കിൽ ഓരോ ടോയ്സും എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ മേടിക്കാൻ വേണ്ടി. പക്ഷെ ആൾക്ക് ആവശ്യത്തിനുള്ളത് കൊണ്ട് നമ്മൾ മേടിക്കുന്നൊന്നുമില്ല. മുൻപൊന്നും ഈ ഒരു ടൈപ്പ് പാവക്കുട്ടീനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുള്ളതിനോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എടുത്തുകൊണ്ടൊക്കെ നടക്കാൻ. അങ്ങനെ കുറച്ച് സമയം ടോയ്സിൻ്റെ അവിടെയൊക്കെ നിന്നതിന് ശേഷം നമുക്ക് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇക്കയുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തപ്പോൾ മുതൽ നമ്മൾ ഈ ഒരു ടൈമിലായിക്കോട്ടോ സാധനമൊക്കെ മേടിക്കാൻ ഇറങ്ങുന്നത്. ഇത്തവണ മീനിനൊന്നും വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് അയിലയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചിക്കൻ മേടിക്കാമെന്ന്. അങ്ങനെ ചിക്കനാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതുപോലെ ചിക്കൻ ഇവിടെ കട്ട് ചെയ്തും കിട്ടും കേട്ടോ. അതിന് സെപ്പറേറ്റ് പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുന്നത്.
അങ്ങനെ ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ കൊടുത്തതിന് ശേഷം നമുക്ക് കോക്കനട്ട് ഓയിലൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ നെയ്യ്, പിന്നെ ജീരകശാല റൈസ്, ഇതൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നെയ്ച്ചോറ് വെക്കാൻ കൂടുതലും ഇഷ്ടം ഈ ജീരകശാല റൈസാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ആകുകയും ചെയ്യും. നീളത്തിൽ അരി വെച്ചുള്ള നെയ്ച്ചോറ് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇത്തവണ ജീരകശാല റൈസിന് ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ചതിന് ശേഷം വെജിറ്റബിൾസിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഇത്തവണ മാങ്ങ ഒക്കെ മേടിക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ മാങ്ങ മേടിച്ചത് അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ കുറച്ച് മാത്രമേ മേടിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ എല്ലാ തവണത്തെയും പോലെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഏത്തക്കായും പഴവും അതുപോലെ തന്നെ നമ്മൾ മുന്തിരിയൊക്കെയാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ ഇത്തവണ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കിഴങ്ങ്, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഈ കുഞ്ഞ് ചാക്കിലുള്ള ടൈപ്പാണ് നമ്മൾ മേടിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം കേടാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ. അതുകൊണ്ട് ഇത്തവണ ഇങ്ങനെ ലൂസായിട്ടുള്ള വെജിറ്റബിളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോഴായിട്ട് നമ്മൾ മേടിക്കുന്ന ഇഞ്ചി ആണെങ്കിലും സവോള ആണെങ്കിലും പെട്ടെന്ന് ചീഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ മേടിക്കുന്നുള്ളൂ. ഇനി അത് ആവശ്യം വന്നതിന് എനിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ടൈമിൽ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. പക്ഷെ നമ്മൾ ചിക്കൻ മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ചിക്കൻ മേടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് തൊലി കളയാത്ത കട്ട് ചെയ്യാത്ത ചിക്കനാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറുമാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഇക്ക പറഞ്ഞതാണ് ഹോട്ടലിൽ നിന്ന് ബിരിയാണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡൊക്കെ മേടിക്കാമെന്ന്. പക്ഷേ ഇപ്പോഴായിട്ട് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് ഐസ് തീരെ കഴിക്കുന്നില്ല. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ്റെ സ്കിന്നൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഫുള്ളായിട്ടൊന്നും ഇന്ന് കറി വെക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഹാഫ് മാത്രം എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടിയിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചട്ടിയിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ മിക്കവാറും വെക്കുന്ന സാധാരണ രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പില ഇപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അത്ര ഫ്രഷ് ആയിരുന്നില്ല. പാക്കറ്റ് കണ്ടപ്പോൾ ഫ്രഷ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവുള്ള മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗരം മസാലയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്.
അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരപ്പൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കനും കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത്തവണ ചിക്കൻ കറിക്ക് നമുക്ക് കുറച്ച് കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള കിഴങ്ങും ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രേവി അത്യാവശ്യം വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിള വന്നതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയാകുന്ന ടൈമിൽ നമുക്ക് നെയ്ച്ചോറും കൂടി വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ മസാലക്കൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവോള നീളത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മിക്സിലുണ്ടായിരുന്ന നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക, കറുവപ്പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, കുരുമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം അരിയൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു വിസിലടുപ്പിച്ച് നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയുടെ കളറ് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉച്ചക്കത്തെ കഴിക്കാൻ പോകുന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഇന്ന് മൊത്തം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോൾ. അങ്ങനെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 4:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴായിട്ട് നമ്മൾ കുക്കറിന് ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 2 വിസിൽ അടുപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മിക്ക ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജനലൊക്കെ തുറന്ന് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ ആണെങ്കിൽ സൗദി നാഷണൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു പച്ച മയമായിരുന്നു കേട്ടോ. എല്ലായിടത്തും പച്ച ബലൂണ്, ഡ്രസ്സ്, ഫ്ലാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിക്കവാറും ഈ വിൻഡോ തുറക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഈ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന ഈ അബായ ആയിരിക്കും കേട്ടോ. ഇത്തവണ നല്ല ഭംഗിയുള്ള അബായൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പോയത് PS5 മേടിക്കാനായിരുന്നു കേട്ടോ. ഇക്കയ്ക്ക് ഗെയിമിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കണമെന്ന് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എനിക്ക് ഈ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ രാത്രിത്തേക്ക് ഇക്കാകെ ഏത്തക്കാപ്പം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൈദയൊക്കെ എടുക്കുന്നുണ്ട്. സാധാരണ മൈദ മാത്രം വെച്ചാണ് കേട്ടോ ഏത്തക്കാപ്പം ഉണ്ടാക്കാറ്. പക്ഷേ ഇത്തവണ കുറച്ച് അരിപ്പൊടിയും കൂടിയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ പഞ്ചസാരയും പിന്നെ കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എപ്പോഴും ചേർക്കാറ്. അങ്ങനെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്താണ് കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നുണ്ട്.
അതുപോലെ ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ജാറിലോട്ട് ഈ ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ റെഡിയാവും. അങ്ങനെ തന്നെ നമ്മളിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ഏത്തയ്ക്കായും കൂടി തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് അത്യാവശ്യം പഴുത്ത ഏത്തയ്ക്കാന്നാണ്, പക്ഷെ തൊലി കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത്തയ്ക്ക എപ്പോഴും നീളത്തിൽ പൊരിച്ചെടുക്കാനാട്ടോ എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ കയ്യിൽ പാൻ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഏത്തയ്ക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏത്തയ്ക്കയ്ക്ക് വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിൽ കുറച്ചുകൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഏത്തയ്ക്കാപ്പം പൊടിച്ചിട്ട് കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ കുറച്ച് സമയം മുമ്പേ തന്നെ കുഴച്ച് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത്തവണ ഞാൻ അധികം സമയമൊന്നും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യമൊക്കെ പൊരിച്ചെടുത്തപ്പോൾ അത്ര ഫ്ലഫി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ശരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഏത്തയ്ക്കാപ്പം ഒക്കെ ഒന്ന് പൊരിച്ച് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാക്കിയുള്ള ഏത്തയ്ക്കായും കൂടിയൊക്കെ ഒന്ന് പൊരിച്ച് വരുന്നുണ്ട്. അപ്പോൾ മാവ് കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ മാവ് മിച്ചം വരുമ്പോൾ നമ്മൾ അതും പൊരിച്ച് മാറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ മാവ് പൊരിക്കുന്നത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാവിലേക്ക് നമ്മൾ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചും കൂടി ചേർത്തിട്ട് ഈ ഫോർക്ക് വെച്ച് നൈസായിട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയും കൂടി ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ പാൽ ചായ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം. അപ്പോൾ ഇത് നമ്മൾ രാത്രിത്തെ ഫുഡാണ് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ നമ്മൾ ഏത്തയ്ക്കാക്ക് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ ഏത്തയ്ക്കാപ്പൊക്കെ കഴിച്ചു ഒരു 8:30 ആയപ്പോൾ ഇക്ക ജോലിക്ക് പോവുകയാണ്. ഇക്ക ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകുമെങ്കിലും ഞങ്ങൾ കിടക്കുമ്പോൾ 1 മണി അല്ലെങ്കിൽ ഒരു 2 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ അങ്ങോട്ട് ഐസുവിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴായിട്ട് ഈ കബോർഡിൽ കയറി ഇരിക്കലൊക്കെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇത്തവണ അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.